കൊല്ലം കടക്കലിൽ 58-കാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ആനപ്പാറ സ്വദേശി ശശിയാണ് മരിച്ചത്. മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പട്ടിക കൊണ്ട് ഇയാളുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതി രാജു സംഭവത്തിന് ശേഷം ഒളിവിലാണ്. എസ് വിനീഷ് ചേരുന്നു കൊല്ലത്തു നിന്നും വിവരങ്ങളുമായി. വിനീഷ്, ഈ മദ്യപാനത്തിനിടെ ഉണ്ടാകുന്ന തർക്കങ്ങളാണ് പലപ്പോഴും ഈ രീതിയിലുള്ള സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കൊക്കെ നയിക്കുന്നത്. ഇന്ന് ചോറ്റാനിക്കരയിൽ മദ്യപാനത്തിനിടെ തർക്കത്തെ തുടർന്ന് സഹോദരനെ ജ്യേഷ്ഠൻ കൊലപ്പെടുത്തിയ സംഭവമുണ്ടായി. ഇവിടെ കടക്കലിൽ 58-കാരനെ കൊലപ്പെടുത്തുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? വിനീഷ്, എന്താണ് അവിടെ സംഭവിച്ചത്? ടോം, കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. കൊല്ലം കടക്കലിലാണ് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഉണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് നയിച്ചത്. ഇരുവരും തമ്മിൽ മദ്യപിച്ചതിന് ശേഷം ഉണ്ടായ ഒരു തർക്കമാണ്. മദ്യലഹരിയിലുണ്ടായ തർക്കം വലിയൊരു വാക്കേറ്റത്തിലേക്ക് എത്തുന്നു, പിന്നെ ഒരു കയ്യാങ്കളിയിലേക്ക് മാറുന്നു. അതൊരു കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇരുവരും സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ ഈ കൃത്യത്തിന് ശേഷം രാജു എന്ന് പറഞ്ഞ ആൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇതുവരെയും രാജുവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഗുരുതരമായി പരിക്കേറ്റ്, തലയ്ക്ക് വലിയ രീതിയിൽ പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ചു കിടന്ന ആളെയാണ് അവിടെ നിന്നും കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്നുണ്ട്. കടക്കൽ പോലീസ് കേസെടുത്ത് ഈ പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ടോം, അങ്ങനെ ഒരു സ്ഥിരം അക്രമിയാണോ, സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണോ ഈ രാജു, അതോ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലുണ്ടായ കൊലപാതകം എന്നാണ് കരുതേണ്ടത്? പോലീസിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത് ഈ രാജുവും അതുപോലെ തന്നെ ശശിയും ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്, അയൽവാസികളാണ്. ഇരുവരും സാധാരണ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. ശശി ഈ തെങ്ങുകയറ്റ തൊഴിലാളിയാണ്, രാജു ഒരു നിർമ്മാണ തൊഴിലാളി. ഇരുവരും ഒരുമിച്ച് ഇങ്ങനെ മദ്യപിക്കുന്നത് സ്വാഭാവികമായിട്ട് അവിടെ ഉള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇവരുടെ ഇടയിലുണ്ടായ ഒരു തർക്കം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. കാരണം അത് ഈ രാജുവിനെ പിടികൂടിയെങ്കിൽ മാത്രമേ എന്തായിരുന്നു ഈ ഒരു അക്രമത്തിലേക്ക് നയിക്കാനുണ്ടായ ഒരു കാരണം എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പോലീസ് അത്തരത്തിലുള്ളൊരു അതാണ് നമ്മളോട് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അക്രമങ്ങളും അതുപോലെ തന്നെ ഈ കൊലപാതകങ്ങളും ഈ ജില്ലയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ടോം നമുക്ക് എടുത്ത് പറയാനുള്ളത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു സമാനമായ ഒരു സംഭവം ഉണ്ടായത്. ചടയമംഗലത്താണ് ഇതുപോലെ തന്നെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ മദ്യപിക്കുന്നു. തുടർന്ന് ഒരാളുടെ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും തമ്മിൽ തർക്കത്തിലേർപ്പെടുന്നു. ആ തർക്കം ഇതുപോലെ തന്നെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായത്. സിമന്റ് കട്ട ഉപയോഗിച്ചായിരുന്നു സ്വന്തം സുഹൃത്തിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇവിടെ ഒരു കമ്പ് വെച്ച് ഈ ശശിയെ അടിച്ച് ക്രൂരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയ സാഹചര്യം ഉണ്ടാകുന്നു. ഈ മദ്യലഹരിയിലുണ്ടാകുന്ന ഇത്തരം അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. പ്രത്യേകിച്ച് ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് ഈ മദ്യത്തിന്റെയും അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നത്. ഇത്തരത്തിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഇപ്പോഴും തുടരുന്നത്. ടോം, യെസ്, വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കടക്കലിലാണ് മദ്യലഹരിയിൽ 58-കാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്.